നായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഈശ്വര ഗുരുവായൂരപ്പ. ഇനി നമുക്ക് ഇന്നലെ നമ്മളെ എന്താ പറയുക, എവിടെ നിർത്തിയെന്ന് വെച്ചാൽ പകുതിയായിട്ട് ലങ്കയുടെ ഡിസ്ക്രിപ്ഷൻ ഭഗവാൻ ആ മലയുടെ മുകളിൽ ഉയരത്തിൽ ശിഖരത്തിൽ നിന്നപ്പോൾ കണ്ട ലങ്കയുടെ വർണ്ണനം നമ്മൾ പകുതിയൊക്കെ നിർത്തി. എന്താ വെച്ചാൽ ആ സുവേലം എന്ന പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ കയറിയിട്ട് ശ്രീരാമ ഭഗവാൻ ലങ്കാപുരിയെ കണ്ടു. അതിൻ്റെ പകുതി നമ്മൾ ചെയ്തത് വായിക്കാൻ നമുക്ക് നോക്കാം, എന്നിട്ട് അടുത്തേക്ക് പോകാം. അത്ര വിസ്താരമുള്ള വമ്പിച്ചൊരു പട്ടണമാണ് ലങ്ക. അനേക നിറത്തിലുള്ള കൊടിക്കൂറകൾ ഇങ്ങനെ പറക്കുന്നുണ്ട് എല്ലാ ദിക്കിലും. വളരെ മനോഹരങ്ങളായിട്ടുള്ള മാളികകൾ എല്ലാ ദിക്കിലും ഉണ്ട്. സ്വർണ്ണ മതിൽ, ചുറ്റുമുള്ള ഗോപുരങ്ങൾ, ഈ മാളികകൾക്കൊക്കെ. പിന്നെയോ പട്ടണത്തിന് 4 പുറവും കിടങ്ങുകളുണ്ട്. പിന്നെയോ ഈ ആയുധങ്ങൾ, ശതഘ്നി എന്ന് പറയുന്ന ആയുധങ്ങൾ അവിടെ എവിടെയും ഉറപ്പിച്ചിട്ടുണ്ട്. നല്ല രാജപാതകൾ കാണാം. രാജപാതകൾ ഇങ്ങനെയുള്ള ലങ്കയിൽ ഒരു മാളികയുടെ മേലെ നല്ല വിസ്താരമുള്ള സ്ഥലത്ത് രാവണൻ ഇരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമുക്ക് 11 വായിക്കാം. 11 ചെയ്തു, 12 വായിക്കാം. മന്ത്രിഭി സഹിതോ വീരൈ കിരീടദശകോജ്വല നീലാദ്രിശിഖരാകാര കാളമേഘസമപ്രഭ. എങ്ങനെയാ രാവണൻ ഇരിക്കണ? വീരൈ മന്ത്രിഭി സഹിത, വീരന്മാരായ മന്ത്രിമാരോട് കൂടിയവനും. പിന്നെയോ കിരീടദശകോജ്വലം, 10 കിരീടങ്ങൾ കൊണ്ട് ശോഭിക്കുന്നവനും, അല്ലേ? നീലാദ്രിശിഖരാകാര, നീലമലയുടെ കൊടിമുടി പോലെയുള്ള ആകൃതിയോട് കൂടിയവനും. പിന്നെയോ കാളമേഘസമപ്രഭ, ഈ വർഷക്കാലത്തെ മേഘത്തിൻ്റെ കളറ് പോലത്തുള്ള നിറത്തോടു കൂടിയവതും ആണ്. അപ്പം അത്ര ഇതിൽ പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു ശ്ലോകത്തിൽ. എന്താ വെച്ചാൽ ആ മാളികയിലിരിക്കണ രാവണൻ്റെ വിസ്താരമാണ് കേട്ടോ. 10 മുഖം, ഓരോ തലയിലും ഓരോ കിരീടം, അല്ലേ? 4 ഭാഗത്തും മന്ത്രിമാരിയ്ക്കുന്നുണ്ട്. ഒരു നീലമലയുടെ കൊടിമുടി പോലെയാണ് ശരീരം. പിന്നെയോ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ മേഘം പോലെ കറുത്ത ഇരുണ്ട ശരീരവും. ഇനി 13 പോവാം. മന്ത്രിഭി സഹിതോ വീരൈ കിരീടദശകോജ്വല നീലാദ്രിശിഖരാകാര കാളമേഘസമപ്രഭ രത്നദണ്ഡൈ സിതഛത്രൈരനേകൈ പരിശോഭിതം ഏതസ്മിന്നന്തരേ ബദ്ധോ മുക്തോ രാമേണ വൈ ശുകഃ. അടുത്തതും കൂടി വായിക്കാം. വാനരൈസ്താഡിത സമ്യഗ് ദശാനനമുപാഗതഃ പ്രഹസൻ രാവണ പ്രാഹ പീഡിത കിം പരൈഹി ശുക. ഇപ്പോൾ വർഷകാലത്തിൻ്റെ പ്രഭയോടുകൂടി ദേഹം എന്ന് പറഞ്ഞുവല്ലോ. രത്നദണ്ഡൈ, രത്നം പിടിപ്പിച്ച അനേകൈഹി, രത്ന പിടികളോട് കൂടിയിട്ടുള്ള, രത്നം പിടിപ്പിച്ച പിടിയാണ്. ആ പിടി രത്നാണ്. അങ്ങനത്തെ അനേകങ്ങളായ സിതച്ഛത്രൈഹി, വെൺകൊറ്റക്കുട, ആ വെൺകൊറ്റക്കുടയുടെ പിടിയൊക്കെ രത്നം പതിച്ച പരിശോഭിത, 4 ഭാഗത്തും ശോഭയുള്ളവനുമായ ദശകന്ധര രാവണൻ ഇരുന്നിരുന്നു. അങ്ങനെയാണ് രാവണൻ ഇരിക്കണം അവിടെ. ഏതസ്മിൻ അന്തരെ, ഈ അവസരത്തിൽ ബദ്ധ ശുക, ഈ ബന്ധനത്തിനാണല്ലോ ശുകൻ എന്നുള്ള അസുരൻ. ആ ആദ്യത്തെ അസുരനെ ബന്ധനത്തിലാക്കി, കൊല്ലണ്ട പറഞ്ഞു, കൊന്നില്ല, അവനെ കെട്ടിയിട്ടിരിക്കല്ലേ. രാമേണ മുക്ത, അപ്പം രാമൻ അയാളെ വിട്ടു. വാനരന്മാരാൽ സംയുക് താഡിത, വാനരന്മാരെ അടിക്കണ്ട പറഞ്ഞാൽ അടിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും അവനെ മോചിപ്പിച്ചു. ദശാനനം രാവണനെ ഉപാഗത, അപ്പം ഈ ശുകൻ അഴിച്ചു വിട്ടപ്പോൾ കുറേ അടിയൊക്കെ കൊണ്ടു വാനരന്മാരെ. എന്നാലും ആ അടിയൊക്കെ കൊണ്ടതിന് ശേഷം രക്ഷപ്പെട്ട് രാവണൻ്റെ അടുത്ത് എത്തിയിട്ട്
പ്രഹസിച്ച രാവണൻ പ്രാഹ പറഞ്ഞു, ശുക അല്ലയോ ശുക, പരൈഹി പീഡിത കിം, നിന്നെ ശത്രുക്കൾ പീഡിപ്പിച്ചോ എന്ന് ചോദിച്ചു. കണ്ടാൽ തന്നെ തോന്നും പീഡിപ്പിക്കപ്പെട്ടു എന്നേ. അപ്പോൾ ഈ 2 ശ്ലോകത്തിൽ എന്താ പറഞ്ഞു വെച്ചാൽ, ഈ രത്നപ്പിടികളുള്ള അനേകം വെൺകൊറ്റക്കുടകളും 4 ഭാഗത്തും ഉണ്ട് ഈ രാവണൻ്റെ. ഇങ്ങനെ ഇരിക്കുന്ന രാവണനെ ശ്രീരാമൻ ഈ സവേല പർവ്വതത്തിന് മുകളിൽ നോക്കി കണ്ടു. ഈ സമയത്ത് ബന്ധിച്ചിരുന്ന എന്നാൽ രാമനാൽ മോചിപ്പിക്കപ്പെട്ടവനും വാനരന്മാരുടെ തല്ലുകൊണ്ട് വയ്യാതെ ആയവനുമായ ശുകൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ദൂതനായിട്ടുള്ള രാക്ഷസൻ വിട്ടൂലോ. അപ്പോൾ രാവണൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. കണ്ട ഉടനെ ചിരിച്ചും കൊണ്ട് ശുകൻ്റെ വിഷമം, ക്ഷീണവും മേലൊക്കെ മുറിയൊക്കെയുണ്ടാവും അടിച്ചിട്ട് വാനരന്മാരെ, അത് കണ്ടിട്ട് രാവണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അത് സ്നേഹമൊന്നുമില്ല അല്ലേ, എന്താ ശുക, നിന്നെ ശത്രുക്കൾ ഉപദ്രവിച്ചോ ചോദിച്ചു. അതാണ് പീഡിതയ്ക്കും പരൈഹി ശുക, നിന്നെ ശത്രുക്കൾ നീ ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെട്ടു, എന്തു പറ്റി എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. രാവണന് ഇങ്ങനത്തെ രാവണനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞാൽ വെച്ചാൽ, ഇവരുടെ ബന്ധനത്തിലായിരുന്നല്ലോ ശുകനെ അഴിച്ചു വിട്ടപ്പോൾ ശുകൻ രാവണൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ അങ്ങടൊന്നും പറയാണ്ട് തന്നെ ശുകൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് രാവണൻ ചോദിച്ചു, എന്താ ശുക, നിന്നെ ശത്രുക്കൾ ഉപദ്രവിച്ചോ ചോദിച്ചു എന്നാണ് ആ 2 ശ്ലോകത്തിൽ. രത്നദണ്ഡൈസിതക്ഷേത്രൈരനേകൈഃ പരിശോഭിതഃ ഏതസ്മിന്നന്തരേ ബദ്ധോ മുക്തോ രാമേണ വൈ ശുകഃ വാനരൈസ്താഡിതഃ സമ്യക് ദശാനനമുപാഗതഃ പ്രഹസൻ രാവണ പ്രാഹ പീഡിത കിം പരൈ ശുക. ഇനി രാവണസ്യ വച ശ്രുത്വാ ശുകോ വചനമബ്രവീദ് സാഗരസ്യോത്തരേ തീരെ അബ്രുവം തേ വചനം യഥാ. രാവണൻ്റെ വാക്ക് ശ്രുത്വ കേട്ടിട്ട് ശുകൻ വചനം അബ്രവീദ് അങ്ങോട്ട് പറഞ്ഞു. എന്താ വചനത്തെ പറഞ്ഞു? എന്താ? സാഗരസ്യ സമുദ്രത്തിൻ്റെ ഉത്തരേ തീരെ വടക്ക് കിഴക്കേ കരയിൽ തേ വചനം അങ്ങയുടെ വചനത്തെ യഥാ അബ്രുവം ഞാൻ യഥാർത്ഥമായി പറഞ്ഞു. അത്ര. ഇപ്പം ഈ ഒരു ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞു വെച്ചാൽ, രാവണൻ്റെ വാക്ക് കേട്ടപ്പോൾ വേഗം ശുകൻ പറഞ്ഞു, ഈ സമുദ്രത്തിൻ്റെ വടക്കേ തീരത്ത് പോയിട്ട് ഞാൻ അങ്ങ് എന്നോട് പറയാൻ പറഞ്ഞത് അവരോട് പറഞ്ഞു കേട്ടോ. രാവണസ്യ വച ശ്രുത്വാ ശുകോ വചനമബ്രവീൽ സാഗരസ്യോത്തരേ തീരെ ബ്രുവം തേ വചനം യഥാ. അങ്ങ് എന്നോട് അവരോട് പോയി പറയാൻ പറഞ്ഞത് ഞാൻ അവരോട് പറഞ്ഞു. തത ഉൽപ്ലുത്യ കപയോ ഗൃഹീത്വാ മാം ക്ഷണാത് തതഃ മുഷ്ടിഭിർനഖദന്തൈശ്ച ഹന്തും ലോക്തും പ്രചക്രമു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ തഥാ കപയ, അപ്പം വാനരന്മാരെ ക്ഷണാൽ ഉൾപ്ലുത്യ വേഗം മേപ്പട്ടയ്ക്കും ഇങ്ങോട്ട് ചാടിയിട്ട് ആകാശത്ത് നിന്നിട്ടാണല്ലോ പറഞ്ഞത് ശുകൻ. ഓർമ്മയില്ലേ, നമ്മൾ പറഞ്ഞല്ലോ ആകാശത്ത് നിന്നിട്ട് ശ്രീരാമനോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആകാശത്ത് നിന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് മായാവിത്തണ്ട് ആകാശത്ത് നിൽക്കാനൊക്കെ പറ്റി രാക്ഷസന്മാർക്ക്. ആകാശത്ത് നിന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ വാനരന്മാരെ മുകളിലേക്കങ്ങോട്ട് ചാടിയിട്ട് മാം ഗൃഹീത്വ എന്നെ അങ്ങോട്ട് പിടിച്ചിട്ട് മുഷ്ടികൾ കൊണ്ട് ഹന്തും കൊല്ലാനായിക്കൊണ്ട്, പിന്നെയോ നഖം കൊണ്ടും ദന്തം കൊണ്ടും, അതായത് പല്ലോണ്ടും നഖം കൊണ്ടുമൊക്കെ എന്നെ ഉപദ്രവിച്ചിട്ട് ലോപ്തും പ്രചക്രമും മുറിപ്പെടുത്തുവാനും ആരംഭിച്ചു എന്ന്. ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞ സന്ദേശം അവരോട് പറഞ്ഞപ്പോൾ അവർ മേപ്പട്ട് ചാടിയിട്ട് എല്ലാ കുരങ്ങന്മാരും കൂടി എന്നെ പിടിച്ച് കൊല്ലാനായിട്ട് ഇടിക്കുകയും അടിക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു. തത ഉൽപ്ലുത്യ കപയോ ഗൃഹീത്വാ മാം ക്ഷണാത് തതഃ മുഷ്ടിഭിർനഖദന്തൈശ്ച ഹന്തും ലോപ്തും പ്രചക്രമുഹു തതോ മാം രാമരക്ഷേതി ക്രോശന്തം രഘുപുങ്കവാ വിസൃജ്യതാമിതി പ്രാഹ വിസൃഷ്ടോഹം കവീശ്വരൈഃ തതോഹമാഗതോ ഭീത്യ ദൃഷ്ട്വാ തദ്വാനരം ബലം. അപ്പോൾ അവരിങ്ങനെ ആക്രമിച്ചപ്പോൾ അനന്തരം രാമ മാം രക്ഷ, അല്ലയോ രാമ എന്നെ രക്ഷിച്ചാലും ഇത് ക്രോശന്തം മാം എന്ന് നിലവിളിക്കാൻ തുടങ്ങിയ എന്നെ
ഈശ്വര രാമ എന്നെ രക്ഷിക്കണേ, ഞാൻ വെറും ഒരു ദൂതനാണേ എന്ന് പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങിയ എന്നെ വിസൃജ്യതാം ഇതി, വിടൂ വിടൂ, അവനെ കൊല്ലരുത് എന്ന് പറഞ്ഞപ്പോൾ രഘുപുങ്കവ പാഹ. അപ്പോൾ രഘുപുങ്കവൻ പറഞ്ഞു, എന്നെ ഇങ്ങനെ അവരടിച്ചപ്പോൾ ഞാൻ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ രാമൻ വിടൂ വിടൂ എന്ന് അവരോട് പറഞ്ഞു, കവികളോട്. കവീശ്വരൈഹി വാ, ആ കൈവീശ്വരൈഹി വാ, പിന്നെ എന്താണ്, പിന്നെ രാമനാലും ലക്ഷ്മണാലും അഹം വിസൃഷ്ട, എന്നെ അങ്ങനെ വിടിയിച്ചു. അവരുടെ നന്മ കൊണ്ട്, രാമൻ്റെ ലക്ഷ്മണൻ്റെ നന്മ കൊണ്ട് എന്നെ അവർ കൊന്നില്ല. അവർ പറഞ്ഞു എന്നെ വിട്ടയക്കാൻ. തതഹ, അതിനുശേഷം വിട്ടയച്ചപ്പോൾ, അതുവരെ ഞാൻ അവരുടെ ബന്ധനത്തിൽ കിടന്നു, വിട്ടയച്ചപ്പോൾ ഞാൻ തദ് വാനരം ബലം, ആ വാനര സൈന്യത്തെ ഭീത്യ ദൃഷ്ട ആഗത, അവരെ പേടിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ അങ്ങയുടെ മുമ്പിലെത്തിയതാണ് പറയുക. എന്താണ് ചേട്ടാ, അപ്പം ഈ ഒന്നിച്ചത് പറഞ്ഞാലേ ശരിയാവുള്ളൂ. അതായത് രാവണൻ്റെ വാക്ക് കേട്ടപ്പോൾ ശുഗൻ പറഞ്ഞു, സമുദ്രത്തിൻ്റെ വടക്കേ കരയിൽ പ്രവേശിച്ചിട്ട് ഞാൻ അങ്ങ് പിന്നെ എന്താണ് തന്ന ആ പിന്നെ എന്താണ് മെസ്സേജ് ഞാൻ അവരോട് പറഞ്ഞു. അങ്ങ് പറയാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞപ്പോൾ വാനരന്മാർ വേഗത്തിൽ കുതിച്ച് ചാടി ആകാശത്തിലെത്തിയിട്ട് എന്നെ പിടിച്ച് കൈയും അടക്കി ഇടിക്കാനും നഖം കൊണ്ടും പല്ലുകൊണ്ടും മാന്താനും കടിക്കാനും തുടങ്ങി. അപ്പോൾ ഞാൻ രാമ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചപ്പോൾ ഉടനെ ധർമ്മിഷ്ഠനായിട്ടുള്ള രാമൻ എന്നെ വിട്ടയക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ വിട്ടയച്ചപ്പോൾ കുറച്ചു നേരം ബന്ധനത്തിലാക്കി. പക്ഷെ എന്നെ വിട്ടയച്ചപ്പോൾ ഞാൻ ആ വാനര സൈന്യത്തെ ഭയത്തോടു കൂടി നോക്കിയിട്ട് ഞാൻ അവിടുന്ന് ഓടി വന്നിരിക്കുകയാണ്. പക്ഷെ അപ്പോൾ രാമൻ ആണ് വിട്ടതെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ഞാൻ അപ്പം അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 16ഉം 17ഉം കൂടി വായിക്കാം. 17 വായിക്കാം. തതോ മാം രാമരക്ഷേതി ക്രോശന്തം രഘുപുങ്കവ വിസൃജ്യതാമിതി പ്രാഹ വിസൃഷ്ടോഹം കവീശ്വരൈഃ തതോഹമാഗതോ ഭീത്യ ദൃഷ്ട്വാ തദ്വാനരം ബലം, ആ വാനരബലത്തെ കണ്ട് ഭയന്നിട്ടാണ് അപ്പം ഞാൻ അങ്ങയുടെ മുമ്പിൽ എത്തിയിരിക്കണമെന്ന് പറഞ്ഞു. രാക്ഷസാനാം ബലൗഖസ്യ വാനരേന്ദ്രബലസ്യ ച നൈതയോർവിദ്യതേ സന്ധിർ ദേവദാനവയോരിവ. രാക്ഷസാനാം മീൻസ് രാക്ഷസന്മാരുടെ ബലൗഖസ്യ, ഈ സൈന്യ സമൂഹത്തിനും, വാനരേന്ദ്രബലസ്യ, ആ വാനരേന്ദ്രൻ്റെ സൈന്യത്തിനും, ദേവദാനയോഹോ ഇവ, ദേവന്മാർക്കും ദാനവന്മാർക്കും എന്ന പോലെ, ഏതയോഹോ ഇവർ രണ്ടുപേർക്കും സന്ധി യോജിപ്പ് ന വിദ്യതേ. എന്താ പറഞ്ഞറിയോ, ഈ രാക്ഷസന്മാരുടെയും വാനരന്മാരുടെയും സൈന്യങ്ങൾക്ക് തമ്മിൽ ഒരിക്കലും സന്ധി ഉണ്ടാവില്ല. ഏതുപോലെ ദേവന്മാരുടെയും അസുരന്മാരുടെയും സൈന്യങ്ങൾ തമ്മിൽ സന്ധി ഉണ്ടാവില്ല എന്നതുപോലെ തന്നെയാണ് ഈ രാക്ഷസന്മാരും വാനരന്മാരും കൂടി സന്ധി ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. എന്താ അർത്ഥം? യുദ്ധം തന്നെ വേണ്ടിയിരുന്നു എന്ന് പറയാണ്. ദേവന്മാരും അസുരന്മാരും കൂടി ഒരിക്കലും സന്ധി ചെയ്തിട്ട് നമുക്ക് ഇനി സഹവർത്തിത്വത്തിൽ ജീവിക്കാം, ഇനി നമുക്ക് യുദ്ധമൊന്നും വേണ്ട, നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാതെ സുഖമായി ജീവിക്കാമെന്ന് അവർ പറഞ്ഞിരിക്കുമോ? ഇല്ല. തരം കിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കും. അതുപോലെ തന്നെയാണ് രാക്ഷസന്മാരും വാനരും തമ്മിലുള്ള സന്ധി നടക്കും തോന്നില്ല മഹാരാജാവേ, യുദ്ധം തന്നെയായിരിക്കും ഫലം എന്ന് ശുഗൻ പറഞ്ഞു. ശുഗൻ്റെ അനുഭവം വെച്ചിട്ട് രാക്ഷസാനാം ബലൗഖസ്യ വാനരേന്ദ്രബലസ്യ ച നൈതയോർവിദ്യതേ സന്ധിർ ദേവദാനവയോരിവ പുരപ്രാകാരമായാന്തി ക്ഷിപ്ര മേഘതരം കുരു സീതാം വാസ്മൈ പ്രയച്ഛാശു യുദ്ധം വാദീയതാം പ്രഭോ. പുരപ്രാകാരം, ഈ പുരത്തിൻ്റെ പ്രാകാരത്തെ, ആ 4 ചുറ്റേ, ആയാന്തി ആഗമിക്കുന്നു, ക്ഷിപ്രം, അവർ നമ്മുടെ പേരയുടെ 4 പുറവും രാജധാനിയുടെ 4 പുറം എത്തി. ക്ഷിപ്രം, വേഗം, ഏകതരം കുരു, എന്തെങ്കിലും ഒന്ന് ചെയ്യണം, രണ്ടിലൊന്ന് ചെയ്യണം. പ്രഭോ, അല്ലയോ രാവണ പ്രഭോ, അസ്മൈ, ഇവനായിക്കൊണ്ട് സീതാം, സീതയെ ആശു പ്രയച്ഛാവ, വേഗം സീതയെ കൊടുക്കുക ഒന്നുകിൽ, അല്ലെങ്കിലോ യുദ്ധം തീയതാമ്പ, യുദ്ധം ചെയ്യേണ്ടി വരും. ഒന്നുകിൽ സീതയെ നൽകണം അല്ലെങ്കിൽ യുദ്ധം നൽകണം. എന്താ യുദ്ധം തീയതാം വെച്ചാൽ യുദ്ധം നൽകണം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ സീതയെ കൊടുത്ത് മാപ്പ് പറയുക, അല്ലെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങിക്കോളൂ എന്ന് പറയണം. അല്ലയോ രാവണപ്രഭോ, ഈ വാനര സൈന്യം പട്ടണത്തിൻ്റെ മതിൽ വരെ, പ്രാകാരം വരെ എത്തിക്കഴിഞ്ഞു. രണ്ടിലൊന്ന് വേഗം തീർച്ചയാക്കണം. എന്താ പറയുക, ഒന്നുകിൽ സീത രാമന് കൊടുത്ത് മാപ്പ് പറഞ്ഞ് പോരുക,
അല്ല അച്ചാൽ യുദ്ധത്തിന് തയ്യാറായിക്കോളൂ, അവരിവിടെ എത്തിക്കഴിഞ്ഞു എന്ന് ശുകൻ പറയാണ്. പുരപ്രാകാരമായാന്തി ക്ഷിപ്രമേകതരം കുരു സീതാം വാസ്മൈ പ്രയച്ഛാശു യുദ്ധം വാ ദീയതാം പ്രഭോ. അപ്പോൾ നല്ലൊരു ദൂതനാണ്, അല്ലെങ്കിൽ നല്ലൊരു ശിഷ്യനാണ് കേട്ടോ. സത്യം തന്നെയാണ് പറഞ്ഞു കൊടുക്കണം. 20 മാമാഹ രാമസ്ത്വം ബ്രൂഹി രാവണം മധ്വജശുക യദ്ബലം ച സമാശ്രിത്യ സീതാം തേ ഹൃതവാനസി തദ്ദർശയഥാ കാമം സ്വസൈന്യഃ സഹ ബാന്ധവ. രാമൻ മാം ആഹ എന്നോട് പറഞ്ഞു, ശുക അല്ലയോ ശുക, ത്വം മധ്വജ നീ എൻ്റെ വാക്കിനെ, രാവണം ബ്രൂഹി ഞാൻ അങ്ങ് പറഞ്ഞത് ഞാൻ രാമനോട് പോയി പറഞ്ഞപ്പോൾ രാമൻ അങ്ങയോട് പറയാനായിട്ട് എന്നോട് എന്താ പറഞ്ഞ്, രാവണം ബ്രൂഹി എന്ന് പറഞ്ഞു, രാവണനോട് ഇത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്താ അറിയോ, യത് ബലം യാതൊരു ബലത്തെ സമാശ്രിത്യ ആശ്രയിച്ചിട്ട് മേ സീതാം എൻ്റെ സീതയെ ഹൃതവാൻ അസി നീ അപഹരിച്ചുവോ. എന്ത് ബലം ഉപയോഗിച്ചാണ് നീ എൻ്റെ സീതയെ അപഹരിച്ച്? സൈന്യത്തോടു കൂടിയവനും സഹബാന്ധവ ബന്ധുക്കളോടുകൂടിയവനുമായിട്ട് യഥാകാമം ഇഷ്ടം പോലെ അതിനെ ദർശിപ്പിച്ചാലും. എന്താ പറഞ്ഞറിയോ, രാമൻ എന്നെ വിട്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഹേ ശുക എൻ്റെ ഈ വാക്ക് രാവണനോട് പോയി പറയൂ. എന്ത്, നീ യാതൊരു ബലം ഉണ്ടെന്നുള്ള വിചാരത്താലാണ് എൻ്റെ സീതയെ അപഹരിച്ചത്. ആ ബലം ഇപ്പോൾ ഇഷ്ടം പോലെ എല്ലാവരെയും കൂട്ടി വന്ന് എന്നോട് കാണിച്ചോളൂ. ആ നീ സീതയെ അപഹരിക്കാൻ കാണിച്ച ആ ധൈര്യം ഉണ്ടല്ലോ, ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പം എന്നോട് കാണിച്ചോളൂ. അതാണ് അർത്ഥം. ആരും ഇല്ലാത്തപ്പോഴല്ലേ സീതയെ അപഹരിച്ചേ. ആ ധൈര്യം നിനക്കിപ്പോൾ നിൻ്റെ എല്ലാവരെയും കൂട്ടി വന്ന്, സൈന്യങ്ങളെയും ബന്ധുക്കളെയും കൂട്ടി വന്ന് എന്നോട് ആ ധൈര്യം കാണിച്ചോളൂ. അതാണ് രാമൻ പറഞ്ഞത്. മാമാഹ രാമസ്ത്വം ബ്രൂഹി രാവണം മധ്വജശുക യദ്ബലം ച സമാശ്രിത്യ സീതാം മേ ഹൃതവാനസി തദ്ദർശയ യഥാകാമം സസൈന്യ സഹ ബാന്ധവൈഃ. ആ ബലം നീ ഇഷ്ടം പോലെ എന്നോട് കാണിച്ചോളൂന്ന്. ശ്വ കാലേ നഗരീം ലങ്കാം സപ്രാകാരം സതോരണം രാക്ഷസം ജബലം പശ്യ ശരീർവിധ്വംസിതം മയാ. ശ്വ കാലേ നാളെ രാവിലെ, ഇതാണ് രാമൻ പറഞ്ഞ നാളെ രാവിലെ. ശ്വ കാലേ, ശ്വച്ച നാളെ എന്നാണ്. സപ്രാകാരം അതായത് മതിൽക്കെട്ടുകളോടുകൂടിയും, അതായത് ചുറ്റും മതിലുണ്ടല്ലോ. തോരണങ്ങളോടുകൂടിയും, അതായത് ഗോപുരങ്ങളൊക്കെ ആയിട്ടുള്ള ലങ്കാനഗരിയെയും രാക്ഷസം ചബലം രാക്ഷസൈന്യത്തെ മുഴുവനും ശരൈഹി എൻ്റെ ശരങ്ങൾ കൊണ്ട് മയാവിധ്വംസിതം പശ്യാൽ എന്നാൽ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ തകർക്കപ്പെടുന്നത് കണ്ടോളൂ എന്നാണ് രാവണനോട് പറയാൻ പറഞ്ഞത് ശ്രീരാമൻ. നീ നിൻ്റെ എല്ലാ ബലവും കൊണ്ട് എതിർത്ത് വന്നോളൂ. നാളെ രാവിലെ നിൻ്റെ ലങ്കാപട്ടണവും അതിലെ മതിലുകളും ഗോപുരങ്ങളും നിൻ്റെ സൈന്യത്തിനെയും ഒക്കെ ഞാൻ എൻ്റെ ശരങ്ങൾ കൊണ്ട് പിളർക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോളൂ. നീ പിളർക്കണത് കണ്ടുകൊള്ളൂ. നാളെ ഞാൻ നിൻ്റെ ഈ ലങ്ക മുഴുവൻ പിളർക്കണത്, നിൻ്റെ സൈന്യത്തെ നിശേഷം നശിപ്പിക്കണത് കാണാനുള്ള അവസരം നിനക്കുണ്ടാകും എന്നാണ് പറയാൻ പറഞ്ഞത്. ശ്വകാലേ നഗരീം ലങ്കാം സപ്രാകാരം സതോരണം രാക്ഷസം ച ബലം പശ്യ ശരീർവിധ്വംസിതം മയ. എൻ്റെ ശരം കൊണ്ട് ലങ്ക മുഴുവൻ നശിപ്പിക്കുന്ന അർത്ഥം. അതാണ് ഭഗവാൻ പറഞ്ഞത്. ഘോരരോഷമഹം മോക്ഷ്യേ ബലം ധാരയ രാവണ ഇത്യുക്തോ പരരാമാധ രാമകമലലോചന. ഒന്നുകൂടി പറഞ്ഞു. എന്താണെന്നറിയോ, ഘോര രോഷം, എനിക്ക് അങ്ങേയറ്റം ദേഷ്യം വന്നിട്ടുണ്ട്. അങ്ങേയറ്റം വർദ്ധിച്ച കോപത്തോടു കൂടിയ ബലത്തെ അഹം മോക്ഷിയെ ഞാൻ മോചിക്കും. രാവണ അല്ലയോ രാവണ ധാരയാ എന്ന് ഇതി ഉക്തുവ ഇപ്രകാരം പറഞ്ഞിട്ട് കമലലോചന രാമ ആ താമര കണ്ണുകളോട് കൂടിയ രാമൻ അഥ ഉപരരാമ ഒന്നും ഇത് പറഞ്ഞ് നിർത്തിയെന്ന്. അതായത് ഭയങ്കരമായ കോപത്തെ
എനിക്ക് അത്ര കോപം വന്നു. എൻ്റെ കോപത്തിനെ കാണിക്കുന്നതായ എൻ്റെ ബലത്തെ ഞാൻ നിൻ്റെ നേർക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വെച്ചാൽ ഞാൻ എൻ്റെ ദേഷ്യം മുഴുവൻ ആ ദേഷ്യത്തോടു കൂടിയിട്ടുള്ള ശക്തി, അപ്പോൾ അതിനധികം ശക്തി ഉണ്ടല്ലോ, തീവ്രമല്ലേ, എനിക്ക് അതികഠിനമായിട്ട് നിന്നോട് ദേഷ്യമുണ്ട്. ആ ദേഷ്യത്തോടു കൂടിയിട്ടുള്ള ബലം കൊണ്ട് ഞാൻ നിൻ്റെ നേർക്ക് അമ്പ് ഉപയോഗിക്കുകയാണ്. ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നീ അതിനെ താങ്ങിക്കൊള്ളുക. ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കോപാന്ധനായ എൻ്റെ അമ്പുകൾ നീ തടുത്തോളൂ. കോപാന്ധനായിട്ടുണ്ട് ഞാൻ. കോപാന്ധനായിട്ടാണ് ഞാൻ അമ്പ് അയക്കണത്. ആ അമ്പ് നിൻ്റെ നേർക്ക് വരുന്നു, വേണമെങ്കിൽ തടുത്തോളൂ എന്നാണ് രാമൻ അവസാനം പറഞ്ഞ് നിർത്തിയത് എന്ന് ശുകൻ രാവണനോട് പറഞ്ഞു. ഇതാണ് രാമൻ പറഞ്ഞത്. അതായത് അങ്ങട് സന്ദേശം കൊടുത്തപ്പോൾ ഉപദ്രവിച്ചു, ഒക്കെ ചെയ്തു കവീശ്വരന്മാരെ. അപ്പോൾ രാമൻ കൊല്ലരുത് പറഞ്ഞു. കുറച്ചു നേരം ബന്ധനത്തിലിരുന്നു. വിടുന്ന സമയത്ത് ഇതാണ് പറഞ്ഞത്, നീ പോയി പറഞ്ഞോളൂ നിൻ്റെ യജമാനോട്, എത്ര ബലം വേണമെങ്കിൽ പ്രയോഗിച്ച് എൻ്റെ നേരെ വന്നോളൂ. ഞാൻ കോപാന്ധനാണ്. ആ കോപത്തോടു കൂടി അയക്കുന്ന ബാണം സഹിക്കാൻ നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് വന്നോളൂ. എൻ്റെ അമ്പിൻ്റെ ശക്തി നിനക്ക് കാണാം നാളെ എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞ് നിർത്തി രാമൻ എന്ന് ശുകൻ ആരോട് പറഞ്ഞു? രാവണനോട് പറഞ്ഞു. ഘോര രോഷമഹം മോക്ഷ്യേ ബലം ധാരയ രാവണ ഇത്യുക്തോ പരരാമാധ രാമകമലലോചന. ഇനിയോ 2 ശ്ലോകം കൂടി ചൊല്ലി നിർത്താം. ഏകസ്ഥാനഗതായത്ര ചത്വാര പുരുഷർഷഭാഃ ശ്രീരാമോ ലക്ഷ്മണശ്ചൈവ സുഗ്രീവശ്ച വിഭീഷണ ഏത ഏവ സമർത്ഥാസ്തേ ലങ്കാം നാശയിതും പ്രഭോ ഉൽപ്പാട്യ ഭസ്മീകരണേ സർവേ തിഷ്ഠന്തു വാനരാഃ. ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനും വിഭീഷണനും 4 ആളും പുരുഷർഷഭ ചത്വാര ഈ 4 ശ്രേഷ്ഠന്മാരായ പുരുഷന്മാർ യത്ര യാതൊരിടത്തുണ്ടോ ഏതേ ഏവ ഇവർ തന്നെ പ്രഭോ ഹേ സ്വാമിൻ തേ ലങ്കാം അങ്ങയുടെ ലങ്കയെ നാശയിതും നശിപ്പിക്കുവാനായിക്കൊണ്ടും ഉൽപ്പാട്യ ഭസ്മീകരേണ നശിപ്പിച്ച് ഭസ്മമാക്കുവാനും സമർത്ഥന്മാരാണ് ശുകന് ബോധ്യായി. സർവേ വാനരാഹ എല്ലാ വാനരന്മാരും തിഷ്ഠന്തു ഇരിക്കട്ടെ. എന്താണ് പറയണത്? ഹേ സ്വാമിൻ, ഈ പുരുഷശ്രേഷ്ഠന്മാരായിട്ടുള്ള ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനും വിഭീഷണനും ഈ 4 ആള് ഒത്തൊരുമിച്ച് എവിടെയുള്ളത് വെച്ചാൽ അവിടെ വന്നാൽ പിന്നെ അങ്ങയുടെ ലങ്ക അവർ പൊടി ഭസ്മാക്കും. സംശയമില്ല. ആ 4 പേര് മാത്രം മതി അങ്ങയുടെ ഈ ലങ്ക മുഴുവൻ തവിട് പൊടിയാക്കാൻ. ബാക്കിയുള്ള വാനന്മാരെല്ലാം മിണ്ടാതിരുന്നാലും വേണ്ടില്ല. ഈ 4 ആളുടെ ശക്തി കൊണ്ട് മാത്രം ലങ്കയെ തവിട് പൊടിയാക്കാൻ പറ്റും എന്ന് ഞാൻ പറയണു പ്രഭോ. എൻ്റെ അനുഭവം കൊണ്ട് പറയണം. എനിക്ക് അവരെ കണ്ടിട്ട് തോന്നിയത് അതാണ്. അതായത് ശുകന് നല്ല ബോധ്യം വന്നു ഭഗവാന്റെയും വാനന്മാരുടെയും ശക്തി. അപ്പം പറയാണ്, സൂക്ഷിച്ചോളൂ, ഈ ഇവർ 4 ആള് പോരാത്തതിന് വിഭീഷണ അവരുടെ ഭാഗത്ത് ചേർന്നുല്ലോ. അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനും സുഗ്രീവനും വിഭീഷണനും കൂടിയിട്ട് ലങ്ക തവിട് പൊടിയാക്കുമെന്ന് സംശയമില്ല. അത്ര സമർത്ഥന്മാരാണ് പ്രഭോ. ബാക്കിയുള്ള വാനന്മാരൊന്നും സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, അത്ര ഇതാണ് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് 23, 24 വായിച്ച് നിർത്താം. ഏകസ്ഥാനഗതായത്ര ചത്വാര പുരുഷർഷഭാഃ ശ്രീരാമോ ലക്ഷ്മണശ്ചൈവ സുഗ്രീവശ്ച വിഭീഷണ ഏത ഏവ സമർത്ഥാസ്തേ ലങ്കാം നാശയിതും പ്രഭോ ഉൽപ്പാട്യ ഭസ്മീകരണേ സർവേ തിഷ്ഠന്തു വാനരാഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പാ ശരണം.